بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين، ما بعد. قال الإمام النجدي رحمه الله: باب قول الله تعالى: ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك يريدون أن يتحاكموا إلى الطاغوت وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. الآيات. ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുകയാണ്: നിനക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിച്ചിരിക്കുന്നു, നിനക്ക് മുമ്പുള്ളവർക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അവര് അവകാശപ്പെടുന്നത് നീ കണ്ടില്ലേ? യുരീദൂന അൻ യതഹാകമു ഇല ത്വാഗൂത്ത്, അവര് അവകാശപ്പെടുകയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു, റസൂലിന് മുമ്പ് ഇറക്കപ്പെട്ട കിതാബുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ അവരെ നീ കണ്ടില്ലേ? യുരീദൂന അൻ യതഹാകമു ഇല ത്വാഗൂത്ത്, അവര് താഗൂത്തുകളിലേക്ക് വിധി തേടി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി, ആ താഗൂത്തുകളിൽ അവിശ്വസിക്കാൻ വേണ്ടി അവർ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വയുരീദു ശൈത്താനു അൻ യുദില്ലഹും ദലാലൻ ബഈദ, ശൈത്താൻ അവരെ അങ്ങേയറ്റത്തെ ദലാലത്തിലേക്ക് വഴിപിഴപ്പിക്കാനാണ് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ ആയത്തുകൾ മുനാഫിഖീങ്ങളുടെ കാര്യത്തിൽ ഇറക്കപ്പെട്ടതാണ്. ഹാദിഹിൽ ആയാത്ത് നസലത് ഫിൽ മുനാഫിഖീൻ അയ യസ്ഉമൂന അന്നഹും ആമനു ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക്. ആ മുനാഫിഖീങ്ങളെ അവകാശപ്പെടുന്നു, റസൂലിന് ഇറക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിന് മുമ്പ് ഇറക്കപ്പെട്ട കിതാബുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്നവരാണ് മുനാഫിഖീങ്ങൾ. ആ മുനാഫിഖിന്റെ കാര്യത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. യുരീദൂന അൻ യതഹാകമു ഇല ത്വാഗൂത്ത്, താഗൂത്തുകളിലേക്ക് വിധി തേടിപ്പോകാൻ അവര് ഉദ്ദേശിക്കുന്നു. എന്താണ് ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ? അത്വാഗൂത്ത് ഹുവ കുല്ലു മാ തജാവസ ബിഹിൽ അബ്ദു هو كل ما تجاوز به العبد من معبود أو متبوع أو مطاع. هو كل ما تجاوز به العبد من معبود أو متبوع أو مطاع. ഒരടിമ അവന്റെ പരിധി വിടുന്നു, ആരാധിക്കപ്പെടുന്ന കാര്യത്തിൽ, അനുസരിക്കപ്പെടുന്ന കാര്യത്തിൽ, പിൻപറ്റപ്പെടുന്ന കാര്യത്തിൽ. ആരാണ് ആ കാര്യത്തിൽ അതിരുവിട്ടത്? അതിനാണ് താഗൂത്ത് എന്ന് പറയാം. ഒരു വ്യക്തി അല്ലാഹു അല്ലാത്ത ഒന്നിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്ന കാര്യത്തിൽ ആ വ്യക്തി തൃപ്തനാണ്, സംതൃപ്തിയുള്ള ആളാണ്. അങ്ങനെയാണെങ്കിൽ അത് താഗൂത്താവും. അപ്പൊ തന്നെ ആരാധിക്കപ്പെടുന്ന കാര്യത്തിൽ ആരാധിക്കപ്പെടുന്നവൻ തൃപ്തിയുള്ളവനാണെങ്കിൽ അത് താഗൂത്താണ്. അതേപോലെ അനുസരണയുടെ കാര്യത്തിലും ഒരാൾ പരിധി വിടുന്നു. അതായത് ഹക്കായാലും ബാത്തിലായാലും തന്നെ അനുസരിക്കണം. ആ കാര്യത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അനുസരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി താഗൂത്താവും. അതേപോലെ തന്നെയാണ് പിൻപറ്റുന്ന കാര്യത്തിൽ. ഹക്കായാലും ബാത്തിലായാലും ഞാൻ പറയുന്നതെല്ലാം എന്റെ കൽപ്പന പിൻപറ്റണം. അങ്ങനെ പിൻപറ്റപ്പെടുന്ന കാര്യത്തിൽ ആ വ്യക്തി തൃപ്തിപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അവൻ താഗൂത്തായി മാറും. യഖൂൽ ഇത്തബിഊനി വലാ തത്തബിഊ ഗൈരി,
എന്നെ മാത്രം നീ പിൻപറ്റിയാൽ മതി, മറ്റാരെയും പിൻപറ്റേണ്ട എന്നൊരാൾ പറയാം. അങ്ങനെ ആ കാര്യത്തിൽ അവൻ അത് തൃപ്തിപ്പെടുകയും ചെയ്താൽ അവൻ താഗൂത്താണ്. അല്ലെങ്കിൽ ഒരു രാജാവ്, അല്ലെങ്കിൽ ഒരു റഈസ്, നേതാവ്. ഇപ്പൊ നേതാവിനെ എല്ലാവരും അനുസരിക്കണം, എല്ലാ കാര്യത്തിലും ആ നേതാവിനെ അനുസരിക്കണം. അവൻ പറയാണ്, നേതാവ് പറയാണ്, അത്തിഊനി ഫീ കുല്ലി സഗീറത്തിൻ വകബീറ, എല്ലാ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും എന്നെ നിങ്ങൾ അനുസരിക്കണമെന്ന് നേതാവ് കൽപ്പിക്കുകയാണെങ്കിൽ ആ നേതാവ് താഗൂത്താണ്. إذا تجاوز به العبد حده من معبود أو متبوع أو مطاع. قال رحمه الله: وقوله وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون. وإذا قيل لهم لا تفسدوا في الأرض, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇസ്ലാഹ് ചെയ്യുകയാണ്, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരെ ഞങ്ങൾ ഇസ്ലാഹ് ചെയ്യുന്ന ആളുകളാണ്, നന്നാക്കുന്ന ആളുകളാണ്. ഈ ആയത്ത് മുനാഫിക്കുകളുടെ കാര്യത്തിൽ ഇറക്കപ്പെട്ടതാണ്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ് ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. ഇസ്ലാഹ് എന്നുള്ളത് രണ്ട് തരത്തിലാണ്, അല്ലെങ്കിൽ ഇഫ്സാദ് എന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഇഫ്സാദ്, ഒരു കാര്യത്തെ ഫസാദാക്കുക, കുഴപ്പത്തിലാക്കുക, ഒന്നിനെ കേടാക്കുക എന്നുള്ളത് രണ്ട് തരത്തിലാണ്. ഇഫ്സാദ് ഹിസ്സി വ ഇഫ്സാദ് മഅനവി. ഹിസ്സിയായ ബാഹ്യമായിട്ടുള്ള ഫസാദ്, ഉദാഹരണത്തിന് ഒരു വീട് തകർക്കുക, അല്ലെങ്കിൽ വഴി, റോഡ്, അതിന് ഫസാദ് ഉണ്ടാക്കുക, ഇതെല്ലാം ഹിസ്സിയായിട്ടുള്ളതാ കാര്യങ്ങളാണ്. ഹിസ്സിയായിട്ടുള്ള ഇഫ്സാദാണ് ഇതെല്ലാം. ഇനി മഅനവി ആയിട്ടുള്ള ഇഫ്സാദ് എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ ഈമാനിന് ഫസാദ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ത്? മആസി, തിന്മകൾ. അതാണ് ഭൂമിയിലെ ബാഹ്യമായി ഉണ്ടാക്കുന്ന ഇഫ്സാദിനേക്കാളും വലുത്. അക്ബറുൽ ഫസാദ് ഫിൽ അർദ്, ഏറ്റവും വലിയ ഫസാദ്, ഭൂമിയിലെ ഏറ്റവും വലിയ ഫസാദ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ തിന്മയാണ്, അതായത് ശിർക്കാണ്, മാസിയത്തുകളാണ്. ഇഫ്സാദ് മഅനവി, അതവന്റെ ദീനിനെ ബാധിക്കുന്നതാണ്, ഈമാനിനെ ബാധിക്കുന്നതാണ്, ബാഹ്യമായ ഇഫ്സാദിനേക്കാളും വലുത്. അപ്പൊ മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ, അതായത് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നവരല്ല, നേരെ മറിച്ച് ഞങ്ങൾ ഇസ്ലാഹ് ഉണ്ടാക്കുന്ന ആളുകളാണ്, ഞങ്ങൾ ഫസാദായി നന്നാക്കുന്ന ആളുകളാണെന്ന് അവർ പറയും. ഈ ആയത്ത് അവരുടെ കാര്യത്തിൽ ഇറക്കപ്പെട്ടതാണ്. അല്ലദീന യദ്ദഊന അൽ ഇസ്ലാഹ് വഹും അഹ്ലു ഫസാദിൻ വ ഇഫ്സാദ്. ഈ ഇസ്ലാഹിന്റെ ആളുകളാണെന്ന് വാദിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഫസാദിന്റെ ആളുകളാണ്, ഇഫ്സാദിന്റെ ആളുകളാണ്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ് ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. യഥാർത്ഥത്തിൽ അവരാണ് ഫസാദിന്റെ ആളുകൾ. അഹ്ലുൽ ഫസാദിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫസാദിന്റെ ആളുകളാണെന്ന് അവര് തിരിച്ചറിയാം, അല്ലെങ്കിൽ തിരിച്ചറിയാതിരിക്കാം. قد يشعرون أنهم أهل فساد وقد لا يشعرون لقول الله عز وجل ألا إنهم هم المفسدون ولكن لا يشعرون. അറിയുക, തീർച്ചയായും അവരാണ് മുഫ്സിദീങ്ങൾ, അവരാണ് ഫസാദിന്റെ ആളുകൾ. വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷെ അവര് അറിയുന്നില്ല, തങ്ങളാണ് ഫസാദിന്റെ ആളുകളെന്ന് അവർ അറിയുന്നില്ല. അപ്പൊ ചില സന്ദർഭങ്ങളിൽ അവർ തിരിച്ചറിയാം തങ്ങളാണ് ഫസാദിന്റെ ആളുകൾ, അല്ലെങ്കിൽ തിരിച്ചറിയാതിരിക്കാം, അവർക്ക് മനസ്സിലാകാതെ പോകാം. ലാ യശ്ഉറൂൻ അന്നഹും അഹ്ല ഫസാദ്. ഇപ്പൊ ഭൂമിയിലെ ഏറ്റവും വലിയ ഫസാദ് എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന വഴി അത് പൊളിക്കലോ അല്ലെങ്കിൽ അതിൽ തടസ്സപ്പെടുത്തലോ അല്ല, നേരെ മറിച്ച്
ഹക്കിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തലാണ്. ഹക്കിലേക്ക് എത്തിപ്പെടുന്ന വഴിയിൽ ഫസാദ് ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ ഫസാദ്. തഖ്തീഉ തുറുഖ് അനിൽ ഹഖ് വഖത്ഉ ത്വരീഖ് അനിൽ ഹഖ് വഅൻ അഹ്ലിൽ ഹഖ്. ഹക്കിന്റെ ആളുകളിലേക്കും ഹക്കിലേക്കും എത്തിപ്പെടുന്ന വഴികളെ പൊളിച്ചു കളയാം. അതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ഫസാദ്. ഹാദാ ഹുവ അഅ്ളമു ഫസാദ്. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ അതിന് ഉപദ്രവം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയുക എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സഞ്ചരിക്കുന്നത്. അള്ളാഹുവിനുള്ള ത്വാഅത്തിന് വേണ്ടി സഞ്ചരിക്കുന്നവരുണ്ട്, മഅസിയത്ത് ചെയ്യാൻ വേണ്ടി സഞ്ചരിക്കുന്നവരുണ്ട്, കച്ചവടത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ആളുകൾ, പല കാര്യങ്ങൾക്കാണ് ജനങ്ങൾ ആ വഴികൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ വഴി തകർത്ത് കളയാന്നുള്ളത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു തആലയിലേക്കും അവന്റെ ദീനിലേക്കും അവന്റെ സ്വർഗത്തിലേക്കും ഒക്കെ എത്തിപ്പെടുന്ന വഴി തകർക്കുക എന്നുള്ളത് അതിനേക്കാളും എത്രയോ വലിയ തെറ്റാണ്. ഇപ്പൊ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴി, ആ വഴി തകർക്കുക എന്നുള്ളത് ഹറാമാണ്. അങ്ങനെയാണെങ്കിൽ ഹക്കിലേക്ക് എത്തിപ്പെടുന്ന അഹ്ലുൽ ഹക്കിലേക്ക് എത്തിപ്പെടുന്ന വഴി തകർക്കുക എന്നുള്ളതിനേക്കാളും വലിയ തെറ്റാണ്, ഹറാമാണ്. ويصبح من جنود إبليس وأعظم قطاع الطرق وأفسد قطاع الطرق. ഇബ്ലീസിന്റെ സൈന്യം അവരാണ് ഏറ്റവും വലിയ ഖുത്താഉ തുറുഖ്, വഴികൾ തടസ്സപ്പെടുത്തുകയും വഴിയിൽ തകർക്കുകയും ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഇബ്ലീസിന്റെ സൈന്യത്തിൽപ്പെട്ടവരാണ് അഹ്ലുൽ ബിദഅ വൽ അഹ്വാ, ബിദഅത്തിന്റെയും ഹവയുടെയും ആളുകൾ. അവർ ഹക്കിലേക്കും ഹക്കിന്റെ ആളുകളിലേക്കും എത്തിപ്പെടുന്ന വഴികളെ തകർത്ത് കളയുന്ന ആളുകളാണ്, അതിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളാണ് ബിദഅത്തിന്റെയും ഹവയുടെയും ആളുകൾ. വഖൗലുഹു വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. അതായത് ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, ആ ഭൂമിയെ ഇസ്ലാഹ് ചെയ്തതിന് ശേഷം. അപ്പൊ ഭൂമിയെ നന്നാക്കിയതിന് ശേഷം നിങ്ങൾ പിന്നെ ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. ഭൂമിയിൽ നന്മയുണ്ടാക്കിയതിനു ശേഷം, ഭൂമിയെ ഇസ്ലാഹ് ചെയ്ത് നന്നാക്കിയതിനു ശേഷം നിങ്ങൾ അവിടെ ഫസാദ് ഉണ്ടാക്കരുത്, നാശമുണ്ടാക്കരുത്. അതെങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ ഇസ്ലാഹ് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായിക്കൊണ്ട് നിയോഗിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടാക്കി, ഈ ഭൂമിയെ നന്നാക്കി. പിന്നെ അതിനുശേഷം നിങ്ങൾ ആ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്, ആ ഭൂമിയെ കുഴപ്പത്തിലാക്കരുത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ലഹൽ അർദ് ഫലാ യജൂസു അൻ നുഫ്സിദ ഫിൽ അർദി ബഅദ അൻ അസ്ലഹഹാ നബിയുനാ അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയെ നന്നാക്കിയതിന് ശേഷം പിന്നെ ആർക്കും അതിനെ ഫസാദാക്കാൻ അനുവാദമില്ല, ആർക്കും ഈ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ അനുവാദമില്ല. വഹാദൽ അംറു മിനല്ലാഹി അസ്സ വജല്ല ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അല്ലാഹു തആല എന്നുള്ള കൽപ്പനയാണത്. വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയെ ഇസ്ലാഹ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനെ കുഴപ്പത്തിലാക്കരുത്. അപ്പൊ അങ്ങനെ ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാഹ് ചെയ്തതിനെ ഇഫ്സാദിലാക്കുക, ഫസാദിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ സ്വഹാബത്തും ഈ ദീനിനെ നമുക്ക് ഇസ്ലാഹ് ചെയ്തു തന്നു. അതേപോലെ തന്നെ ഈ ദീനിനെ നമുക്ക് വ്യക്തമാക്കി തന്നു. അസ്ലഹു ലന സുന്ന, സുന്നത്തിന് ഇസ്ലാഹ് ചെയ്തു തന്നു. അതേപോലെ കുഫ്റിന്റെയും ഷിർക്കിന്റെയും കൊടികൾ അവർ തകർത്തു. അതുപോലെ ബിദഅത്തിന്റെയും
فالذي يأتي ببدع جديدة وتفرقات حزبية وأهواء وضلالات هذا يعتبر من المفسدين في الأرض بعد إصلاحها. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഈ ദീനിനെ ഇസ്ലാഹ് ചെയ്തതിനു ശേഷം ഷിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും അതിനുശേഷം ആരാണോ പുതിയ ബിദ്അത്തുമായി കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഹിസ്ബിയത്തുകളുമായി കൊണ്ട്, അതേപോലെ ഹവകളും ദലാലത്തുകളും കൊണ്ട് ആരാണ് വരുന്നത്, തീർച്ചയായും അവൻ ഈ ഇസ്ലാഹിന് ശേഷം ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനാണ്. ഇസ്ലാഹിന് ശേഷം ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവനാണ്. വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. ഇഫ്സാദ് എന്നുള്ളത് അത് തിന്മകളാകട്ടെ, മആസികളാകട്ടെ, ബിദ്അത്താകട്ടെ, ശിർക്കാകട്ടെ, എല്ലാം ഇഫ്സാദാണ്. قال رحمه الله وقوله أفحكم الجاهلية يبغون ومن أحسن من الله حكما لقوم يوقنون. أفحكم الجاهلية يبغون. ജാഹിലിയത്തിന്റെ ഹുക്കുമാണോ, ജാഹിലിയത്തിന്റെ വിധിയാണോ നിങ്ങൾ തേടുന്നത്? ومن أحسن من الله حكما لقوم يوقنون. هذا يقين الله ഖൗമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനേക്കാളും അഹ്സനായ ഹുക്കും, അള്ളാഹുവിൽ നിന്നുള്ള ഹുക്കുമിനേക്കാളും വിധിയേക്കാളും അഹ്സനായ ഹുക്കുമ് നൽകുന്നവൻ ആരാണുള്ളത്? ഇപ്പൊ ജാഹിലിയത്തിന്റെ ഹുക്കുമെന്ന് പറഞ്ഞാൽ അത് വ്യക്തികളിലേക്കും അതുപോലെ തന്നെ മറ്റ് അഭിപ്രായങ്ങളിലേക്കും ചിന്തകളിലേക്കും ഒക്കെ അഭിപ്രായം തേടിപ്പോകലാണ്, അല്ലെങ്കിൽ വിധി തേടിപ്പോകലാണ് ജാഹിലിയത്തിന്റെ ഹുക്കും. ഇപ്പൊ ദീനിനെതിരാകുന്ന കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ വ്യവസ്ഥകളിലേക്ക് വിധി തേടിപ്പോകുന്നതാണ് ജാഹിലിയത്തിന്റെ ഹുക്കുമ് തേടിപ്പോകുക എന്ന് പറഞ്ഞാൽ. ദീനിനെതിരാകുന്ന വ്യവസ്ഥകൾ, ജനാധിപത്യം, അതേപോലെയുള്ള ദീനിനെതിരായിട്ടുള്ള വ്യവസ്ഥകളിലേക്ക് വിധി തേടിപ്പോകലാണ് ജാഹിലിയത്തിന്റെ വിധി തേടിപ്പോവുക. അതിൽ ആളുകളുടെ അഭിപ്രായങ്ങളുണ്ടാവും, വ്യക്തികളിലേക്ക് വിധി തേടി പോകുന്നതുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രങ്ങളിലേക്ക് വിധി തേടി പോകുന്നതുണ്ടാവും. നേരെ മറിച്ച് തതഹാകം ഇലൽ കിതാബ് വസ്സുന്ന, സുന്നത്തിലേക്കും കിതാബിലേക്കും സുന്നത്തിലേക്കുമാണ് വിധി തേടേണ്ടത്. അതല്ലാത്ത ദീനിനെതിരായ കാര്യങ്ങളിലേക്ക് വിധി തേടിപ്പോകൽ ജാഹിലിയത്തിലെ വിധി തേടിപ്പോകലാണ്. ജനാധിപത്യം, അതുപോലെ തന്നെ ഭരണഘടന, മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ, അതെല്ലാം ജാഹിലിയത്തിന്റെ വിധി തേടിപ്പോകലാണ്. قال ابن القيم رحمه الله كل من أمر بالتحاكم إلى كتاب الله وسنة رسوله فلم يرضى فهو منافق. كل من أمر بالتحاكم إلى كتاب الله وسنة رسوله. ابن القيم رحمه الله പറയാൻ كل من أمر بالتحاكم إلى كتاب الله وسنة رسوله. അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും വിധി തേടാൻ വേണ്ടി കൽപ്പിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും എന്നിട്ട് ഫലം യർദ, അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ അവൻ മുനാഫിഖാണ്. ഫഹുവ മുനാഫിഖ്. അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും വിധി തേടിപ്പോകാൻ കൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ആ കാര്യത്തിൽ തൃപ്തിപ്പെടുന്നില്ല, അള്ളാഹുവിന്റെ കിതാബിന്റെ വിധിയെ റസൂലിന്റെ സുന്നത്തിന്റെ വിധിയിലും തൃപ്തിപ്പെടുന്നില്ല എങ്കിൽ അവൻ മുനാഫിഖാണ്. കുല്ലു മൻ തുലിബ മിൻഹു അത്തഹാകും ഇലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി ഫലം യർദ ഫഹുവ മുനാഫിഖ്. മദ്ദലീൽ, എന്താണ് ദലീല്? തെളിവ് എന്താണ്? وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول رأيت المنافقين يصدون عنك صدودا. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول, അല്ലാഹു ഇറക്കിയതിലേക്കും അവന്റെ റസൂലിലേക്കും നിങ്ങൾ വരൂ എന്നവരോട് പറയപ്പെട്ടാൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ, ആ മുനാഫിക്കുകൾ നിന്നെ പാടെ വിട്ട് പിരിഞ്ഞു പോകുന്നത് നിനക്ക് കാണാം. അപ്പൊ അതിന് തൃപ്തിയില്ലാതെ അവർ പിരിഞ്ഞു പോകും. അപ്പൊ അത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അപ്പൊ ഇന്ന് ആരാണോ അള്ളാഹുവിന്റെ കിതാബിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും വിധി തേടി പോകാത്തത്, ആ വിധിയിൽ തൃപ്തിപ്പെടാത്തത്, അവൻ മുനാഫിഖാണ്. إذا قيل لهم تعالوا نتحاكم إلى الكتاب والسنة تراهم يتملقون ويتولونون ويرجعون إلى الوراء
ഫൈദൻ ഹുക്മുൽ ജാഹിലിയ്യ ലാ യജൂസു തഹാക്കും ഇലൈഹ. ജാഹിലിയത്തിന്റെ ഹുക്മ തേടി പോകുക എന്നുള്ളത് പാടില്ല. അത് വ്യക്തികളിലേക്കാകാം, അല്ലെങ്കിൽ വ്യവസ്ഥകളിലേക്കാകാം, അഭിപ്രായങ്ങളിലേക്കാകാം. ഇപ്പൊ ദീനിന് എതിരായിട്ടുള്ള ഏത് ശറയിലേക്ക്, ഏത് നിയമങ്ങളിലേക്കുള്ള വിധി തേടിപ്പോകലും ജാഹിലിയത്തിന്റെ വിധി തേടിപ്പോകലാണ്. قال رحمه الله عن عبد الله بن عمرو رضي الله عنهما. عبد الله بن عمرو بن العاص القرشي. له كنية أبو محمد، قيل أبو محمد وقيل أبو عبد الرحمن وقيل أبو نصير. അതേ പല കുഞ്ഞത്തുകൾ പറയപ്പെടുന്നു. ഖീല അബു മുഹമ്മദ്, അബു അബ്ദുറഹ്മാൻ, അബു നസീർ. അബു മുഹമ്മദ് എന്നുള്ള കുഞ്ഞത്താണ് കൂടുതൽ അറിയപ്പെട്ടത്. قال وعن عبد الله بن عمرو بن العاص رضي الله عنهما. وعبد الله بن عمرو بن العاص رضي الله عنهما لقب بعابد الصحابة. സഹാബാക്കളുടെ ആബിദ് എന്ന പേരിലാണ് അദ്ദേഹം ലഖബ് ചെയ്യപ്പെട്ടത്, അറിയപ്പെട്ടത്. ആബിദു സഹാബ. وطعن فيه الزمخشري المعتزلي الخبيث. സമഖ്ശരി എന്ന് പറയുന്ന മുഅ്തസിലി അദ്ദേഹത്തെ ആക്ഷേപിച്ചു, സഹാബിയായിട്ടുള്ള അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. ബിലാ ഹുജ്ജ, യാതൊരു തെളിവുമില്ലാതെ. ഹത്താ അന്നഹു ഖാല ലാ യഗുറുക മാ റവാ സിഗാറു സഹാബ. സഹാബകൾ സിഗാറുകളായിട്ടുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളുടെ കാര്യത്തിൽ നിങ്ങൾ കബളിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത് എന്ന് ഇയാൾ പറഞ്ഞു. അസ്സമഖ്ശരി മുഅ്തസിലി. ഖാല വകുല്ലു അഹ്ലിൽ ബിദഅ യസ്തൻഖിസൂന സഹാബ. എല്ലാ ഓരോ ബിദഅത്തിന്റെ ആളുകളും സഹാബത്തിനെ കൊച്ചാക്കുന്നവരാണ്, മോശമാക്കുന്നവരാണ്. ഒരു വ്യക്തി ബിദഅത്തുകാരനാണോ തീർച്ചയായും സഹാബത്തിനെ മോശമാക്കും, സഹാബത്തിന് അവന് കൊച്ചാക്കും. അത് ബിദഅത്തുകാരന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. കാരണം സഹാബത്താണ് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നഖ്ല് ചെയ്തു കൊണ്ടുവരുന്നത്. സഹാബത്തിലൂടെയാണ് ഹദീസുകൾ നമ്മിലേക്ക് എത്തുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും. അപ്പോൾ ബിദഅത്തിന്റെ ആളുകളെന്ന് പറഞ്ഞാൽ അവർ ഹദീസിന്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ ആളുകളായിട്ടുള്ള സഹാബത്തിനെ അവർ മോശമാക്കും. لأن الصحابة نقلوا الحديث وأهل البدع أعداء الحديث. وكان رضي الله عنه عالما أكثر من كتب. أكثر من كتب عن النبي صلى الله عليه وسلم. أكثر من كتب عن النبي صلى الله عليه وسلم هو عبد الله بن عمرو بن العاص. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ എഴുതി വെച്ചിട്ടുള്ളത് സഹാബി ആരാണ്? അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു. റസൂലിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ എഴുതിയത് ഈ സഹാബിയാണ്, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ്. طيب അക്സറു മൻ റവാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്തത് ആരാണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വഅക്സറു മൻ ഹഫിദ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഹിഫ്ള് ചെയ്തത് ആരാണ്? ആരാ? അബൂബക്കർ വ ഉമർ റളിയല്ലാഹു അൻഹുമാ. അബൂബക്കർ വ ഉമർ. വഅക്സറു മൻ റവാഹു അബൂ ഹുറൈറ. അക്സറു മൻ കതബ അബ്ദുല്ലാഹ് ബിൻ അംർ. വഅക്സറു മൻ ഹഫിദ അബൂബക്കർ വ ഉമർ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ എഴുതി വെച്ചത് അബ്ദുല്ലാഹ് ബിൻ അംർ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ. ഏറ്റവും കൂടുതൽ ഹദീസ് ഹിഫ്ള് ചെയ്തത് അബൂബക്കർ ഉമർ. لأن بعض الناس يقول أكثر الناس حفظا للحديث أبو هريرة. ചില ആളുകൾ പറയും
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഹിഫ്ള് ചെയ്തത്. അത് ശരിയല്ല. നേരെ മറിച്ച് അക്സറുന്നാസി റിവായത്തൻ, ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അതാണ് സ്വഹീഹായിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താണ്? കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് താബീങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പൊ താബീങ്ങൾക്കാണല്ലോ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സഹാബി താബീങ്ങൾക്കാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ കൂടുതലും താബീങ്ങളെ കണ്ടിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നാൽ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും അവര് കൂടുതൽ താബീങ്ങളെ കണ്ടുമുട്ടിയിട്ടില്ല. അതിനു മുമ്പേ അവർ മരണപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പക്ഷേ കൂടുതലും ഹദീസുകൾ ഹിഫ്ള് ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ ഉമർ. طيب قال عن عبد الله بن عمرو بن العاص رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به. قال النووي حديث صحيح رويناه في كتاب الحجة بإسناد صحيح. رسول الله صلى الله عليه وسلم പറഞ്ഞു لا يؤمن أحدكم, നിങ്ങൾ ഒരാളും മുഅ്മിനാകുന്നതല്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, അവന്റെ ഹവ ഞാൻ കൊണ്ടുവന്നതിനോട് ചേർന്നു പോകുന്നത് വരേക്കും. അവന്റെ ഇഷ്ടം ഞാൻ കൊണ്ടുവന്ന ഹദീസുകളോട്, ഞാൻ കൊണ്ടുവന്ന ദീനിനോട് ചേർന്നു പോകുന്നത് വരേക്കും ഒരാളും നിങ്ങളിൽ മുഅ്മിനാകുന്നതല്ല. قال النووي أبو زكريا يحيى بن شرف النووي حديث صحيح റവൈനാഹു ഫി കിതാബിൽ ഹജ്ജ. അൽ ഹജ്ജ എന്ന് പറയുന്ന കിതാബിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അൽ ഹജ്ജ അല്ല അൽ ഹുജ്ജ, അൽ ഹുജ്ജ അലാ താരിക്കിൽ മഹജ്ജ, അൽ ഹുജ്ജ അലാ താരിക്കിൽ മഹജ്ജ എന്ന് പറയുന്ന കിതാബ് അബുൽ ഫത്ഹ് നസ്ർ ബിൻ ഇബ്രാഹിം അൽ മഖ്ദിസി അശ്ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബാണ്. ഇപ്പൊ തൗഹീദിന്റെ കാര്യത്തിൽ അറിയപ്പെട്ട കിതാബാണത്. അൽ ഹുജ്ജത്തു അലാ താരിക്കിൽ മഹജ്ജ, മുബ്തദികളായിട്ടുള്ള ആളുകളുടെയും അവരുടെ ബാത്തിലായ കൗലുകൾക്കൊക്കെയുള്ള റദ്ദാണ് ഈ കിതാബ്. അഖീദയിൽ അറിയപ്പെട്ട കിതാബാണ്. കുത്തുബുൽ അഖീദയിൽ പരിഗണിക്കപ്പെടുന്ന കിതാബാണ് അൽ ഹുജ്ജ അലാ താരിക്കിൽ മഹജ്ജ ലി അബിൽ ഫത്ഹ് നസ്ർ ബിൻ ഇബ്രാഹിം അൽ മഖ്ദിസി അശ്ശാഫിഈ. قال بإسناد صحيح وسنده ضعيف, أي سند ضعيف ആണ്. فيه نعيم بن حماد وهو ضعيف. ആ സനദിലെ റിപ്പോർട്ടർമാരിൽ നുഐം ബിൻ ഹമ്മാദ് എന്ന് പറയുന്ന റിപ്പോർട്ടറുണ്ട്. അദ്ദേഹം ളഈഫാണ്. അതേപോലെ തന്നെ ഉഖബത്ത് ബിൻ ഔസ് എന്ന് പറയുന്ന റിപ്പോർട്ടറുണ്ട്. അദ്ദേഹം അബ്ദുല്ലാ ബിൻ അംർ ബിൻ ആസിൽ നിന്ന് കേട്ടിട്ടില്ല. ഈ ഹദീസ് ളഈഫാണ്, പക്ഷെ അതിന്റെ മഅന സഹീഹാണ്, അർത്ഥം സഹീഹാണ്. സനദ് ളഈഫാണ്, പക്ഷെ മഅന സഹീഹാണ്. അപ്പൊ ഒരു വ്യക്തിയുടെ ഹവ, അവന്റെ ഇഷ്ടം, അത് ഞാൻ കൊണ്ടുവന്നതിനോട് യോജിക്കുക, അതേപോലെ ആയിരിക്കുന്നത് വരേക്കും ഒരാളും മുഅ്മിനാകുന്നതല്ല. ഇപ്പൊ ഹവ എന്ന് പറയുന്നത് ഉലമാക്കൾ ചിലർ പറഞ്ഞതായി കാണാം, അത് എല്ലാ സമയവും മദ്മൂമാണ്, ആക്ഷേപിക്കപ്പെട്ടതാണ്. ഹവ എന്നത് ലാ യഅതി ഇല്ലാ മദ്മൂമൻ, ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടല്ലാതെ വരുന്നില്ല. എന്നാൽ ഉലമാക്കൾ ചിലർ പറഞ്ഞു അൽ ഹവ ഖദ് യഅതി മംദൂഹൻ ഔ മംദൂഹൻ, ചില സന്ദർഭങ്ങളിൽ അത് മംദൂഹായി വരും, സ്തുതിക്കപ്പെട്ടതായി കൊണ്ടും വരും. لقول عائشة رضي الله عنها في الصحيحين قالت ما أرى ربك إلا يسارع في هواك يا رسول الله أي فيما تحب. അതായത് അതിന് പറയുന്ന തെളിവെന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അറാ റബ്ബക് ഇല്ലാ യുസാരിഉ ഫീ ഹവാക്, താങ്കളുടെ ഹവ അല്ലെങ്കിൽ താങ്കളുടെ ഇഷ്ടം, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ റബ്ബ് അതിനോട് എത്രയും വേഗം അതിനോട് പ്രതികരിക്കുന്നു എന്നതല്ലാതെ ഞാൻ കാണുന്നില്ല. അതായത് താങ്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് താങ്കളുടെ മനസ്സിൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് നടപ്പിലാക്കി തരുന്നതായിട്ടല്ലാതെ ഞാൻ കാണുന്നില്ല. ഫീമാ തുഹിബ് മാ തുഹിബ്ബുഹു നഫ്സ് ഗാലിബൻ, കൂടുതലും അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മനസ്സിലാഗ്രഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ നടപ്പിലാക്കി കൊടുക്കുന്നതായിട്ടല്ല കാണാം. അവിടെ
ഹവാ എന്നുള്ള പ്രയോഗമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ അത് സ്തുതിക്കപ്പെട്ടതാകും. അതാണ് ചില ഉലമാക്കൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഹവ കൂടുതൽ സന്ദർഭങ്ങളിലും ആക്ഷേപിക്കപ്പെട്ടതായിക്കൊണ്ടാണ് വരുന്നത്. ചില സമയത്ത് അത് മുബാഹായി തീരും, ചില സമയത്ത് ഹവ അനുവദിക്കപ്പെടും. ഏതുപോലെയാണ്? ഒരു വ്യക്തിക്ക് തന്റെ ഭാര്യയോടുള്ള ഹവ, തന്റെ ഭാര്യയോടുള്ള ഇഷ്ടം, അത് അനുവദിക്കപ്പെട്ടതാണ്. അതേപോലെ തന്റെ സന്താനങ്ങളോടുള്ള ഹവ അനുവദിക്കപ്പെട്ടതാണ്. വലാ യജൂസുൽ ഇത്തിഖാദുൽ ഹവ ഇലാഹൻ, പക്ഷേ ഹവയെ ഇലാഹാക്കുക എന്നുള്ളത് പാടില്ല, അത് ഹറാമാണ്. ഹവയെ ഇലാഹാക്കുക. എങ്ങനെയാണ് ഹവയെ ഇലാഹാക്കൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ അഫഅൻത തകൂനു അലൈഹി വകീല. അറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവ, തന്റെ ഇലാഹിനെ തന്റെ ഹവയാക്കി മാറ്റിയവനെ നീ കണ്ടുപോ. എങ്ങനെയാണ് ഇലാഹിനെ ഒരാൾ തന്റെ ഹവയെ തന്റെ ഇലാഹാക്കി മാറ്റുക, അല്ലെങ്കിൽ തന്റെ ഇലാഹിനെ തന്റെ ഹവയാക്കി മാറ്റുന്നത്? قال بعض المفسرين ما معنى اتخذ إلهه هوى أي لا يهوى شيئا إلا ركب، يعني لا تهوى نفسه شيئا إلا صمم عزم عليه وشدد فيه حتى يعمل هذا العمل. അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് തന്റെ ഇലാഹിനെ തന്റെ ഹവയാക്കി മാറ്റുന്നതെന്ന് വെച്ചാൽ, ഒരു വ്യക്തി അവനൊരു സംഗതി വിചാരിക്കും, ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും, തന്റെ ഹവ കാരണത്താൽ അവന്റെ മനസ്സിൽ ആ കാര്യം ചെയ്യാൻ വേണ്ടി അവനിഷ്ടം തോന്നും. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് കഠിനമായി അധ്വാനിച്ച് എല്ലാ കാര്യങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് അവൻ ആ പ്രവൃത്തി ചെയ്യും. അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് പ്രവൃത്തി ചെയ്യുന്നത് വരേക്കും അതിൽ തുടർന്ന് ഉറച്ചെന്ന് പോവും. അങ്ങനെയാണെങ്കിൽ അവനെ സംബന്ധിച്ച് പറയും, വഹത്താ യുനാൽ ഹാദല്ലദി തഹ്വാഹു നഫ്സു, തന്റെ നഫ്സ് എന്താണോ ഇഷ്ടപ്പെട്ടത് അത് കിട്ടുന്നത് വരെ അവൻ അതിൽ പരിശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ ഹാദ ഇത്തഖദ ഇലാഹഹു ഹവാ, അവൻ അവന്റെ ഇലാഹിനെ ഹവയാക്കി മാറ്റിയിരിക്കുന്നു. അവനവന്റെ ഇലാഹിനെ ഹവയാക്കി മാറ്റിയിരിക്കുന്നു. ഉദാഹരണത്തിന്, നിന്റെ നഫ്സ് എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാനീയം കുടിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിക്കാഹിന് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കേൾക്കാൻ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു സ്ഥലം കാണാൻ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നീ അതിനുവേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുന്ന കാര്യത്തിൽ നീ ഹറാമ് പ്രവർത്തിക്കുന്നുണ്ടാകാം, ബാത്തിലായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകാം, മറ്റുള്ളവർ അക്രമം പ്രവർത്തിക്കുന്നത്, അതൊന്നും നോക്കൂല. പക്ഷെ ഏറ്റവും മുഹിമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? അവൻ തന്റെ നഫ്സ് എന്താണോ തന്നോട് പറയുന്നത്, തന്നെ നഫ്സ് എന്താണോ ഇഷ്ടപ്പെട്ടത്, അത് എങ്ങനെയെങ്കിലും പ്രവർത്തിക്കുക, അതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ തന്റെ ഇലാഹിനെ തന്റെ ഹവയാക്കി മാറ്റി. നേരെ മറിച്ച് ആ കാര്യത്തിൽ ഹക്കോട് കൂടിയിട്ടാണ്, താഅത്തിലായിക്കൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ, സ്വന്തം നഫ്സിനെ ആ കാര്യത്തിൽ തർബിയത്ത് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ലാബസ്. വഇല്ലാ തുഅതി നഫ്സക ഹവാ ഹത്താ തുസ്ബിഹ് നഫ്സ് അമ്മാറത്തുൻ ബിസ്സൂ, അല്ല എങ്കിൽ നിന്റെ നഫ്സ് എന്തായിത്തീരും? അമ്മാറത്തുൻ ബിസ്സൂ, അതായത് നിന്റെ നഫ്സ് നിന്നോട് തിന്മ കൽപ്പിക്കുന്ന മനസ്സായിത്തീരും. നിന്റെ നഫ്സ് നിന്നോട് തിന്മക്ക് വേണ്ടി കൽപ്പിക്കുന്ന മനസ്സായിത്തീരും, നഫ്സായിത്തീരും. ഫന്നഫ്സു ഖദ് തുഹിബ്ബുൽ ഹുദാ വഖദ് തുഹിബ്ബു അൽ ഹവാ. നഫ്സ് ഹുദയെ ഇഷ്ടപ്പെടാം, ഹവയെയും ഇഷ്ടപ്പെടാം. അപ്പൊ അങ്ങനെയാണ് ഒരു വ്യക്തി തന്റെ ഇലാഹിനെ തന്റെ ഹവയാക്കി മാറ്റുന്നത്, തന്റെ തന്നിഷ്ടമാക്കി മാറ്റുന്നത്. ഖാല റഹിമഹുല്ലാഹ് ഖാല ശഅബി കാന ബൈന റജുലിൻ മിനൽ മുനാഫിഖീൻ വറജുൽ മിനൽ യഹൂദ് ഖുസൂമ. ശഅബി റഹിമഹുല്ലാഹ് പറയുന്നു, മുനാഫിഖായ ഒരു മനുഷ്യനിടയിലും യഹൂദികളിൽപ്പെട്ട ഒരുവനിടയിലും തർക്കമുണ്ടായി. ഫഖാല യഹൂദി നതഹാകം ഇലാ മുഹമ്മദ്. അപ്പൊ യഹൂദി പറഞ്ഞു, നമുക്ക് മുഹമ്മദിനടുത്ത് വിധി തേടി പോകാം. ലിഅന്നഹു അറഫ അന്നഹു ലാ യഖുദു റിശ്വ. അപ്പൊ യഹൂദിക്കറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിശ്വ അഥവാ കൈക്കൂലി വാങ്ങുന്നതല്ല. വഖാല അൽ മുനാഫിഖ് നതഹാകം ഇലൽ യഹൂദ്. അപ്പൊ മുനാഫിഖ് പറഞ്ഞു, അല്ല, യഹൂദികളിലേക്ക് വിധി തേടി പോകാം. ലിഇൽമിഹി അന്നഹും യഖുദൂന റിശ്വ. അപ്പൊ മുനാഫിഖിന് അറിയാം യഹൂദികൾ കൈക്കൂലി വാങ്ങും, കൈക്കൂലി സ്വീകരിക്കും. ഫത്തഫഖ അൻ യഅതിയ കാഹിനൻ ഫീ ജുഹൈന ഫയതഹാകമ ഇലൈഹി. അങ്ങനെ അവർ രണ്ടുപേരും ജുഹൈനയിലുള്ള ഒരു
കാഹിനിന്റെ അടുത്തേക്ക്, ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകാമെന്ന് ഇത്തിഫാക്കിലായി. അങ്ങനെ അയാളുടെ അടുക്കൽ പോവുകയും വിധി തേടി പോവുകയും ചെയ്തു. فنزلت ألم تر إلى الذين يزعمون الآية ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك يريدون أن يتحاكموا إلى الطاغوت. ഈ ആയത്ത് ആ സന്ദർഭത്തിൽ ഇറങ്ങി. പരിഷ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈക്കൂലി എന്ന് പറഞ്ഞാൽ അഖ്ദുൽ മാൽ ഔ ദഫ്ഉ, ഒന്നുകിൽ പണം വാങ്ങുക അല്ലെങ്കിൽ പണം കൊടുക്കുക. അഖ്ദുൽ മാൽ ഔ ദഫ്ഉഹു എന്തിനു വേണ്ടിയിട്ടാണ്? ഫീ ഇഹ്ഖാഖിൽ ബാത്തിൽ, ബാത്തിലിനെ സത്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ഇബ്താലിൽ ഹഖ്, ഹക്കിനെ ബാത്തിലാക്കാൻ. ഹക്കിനെ ബാത്തിലാക്കാനോ അല്ലെങ്കിൽ ബാത്തിലിനെ ഹക്കാക്കാനോ വേണ്ടി പണം വാങ്ങുക അല്ലെങ്കിൽ സ്വീകരിക്കുക. അതിനാണ് റിഷ്വ അഥവാ കൈക്കൂലി എന്ന് പറയാം. അഖ്ദുൽ മാൽ ഔ ദഫ്ഉഹു. ഇപ്പൊ കൊടുക്കുന്ന ആള് വാങ്ങുന്ന ആളും ഈ ഹുക്മിന്റെ പരിധിയിൽ വരും. അറാഷി വൽ മുർത്തഷി, കൊടുക്കുന്ന ആള് റാഷി, വാങ്ങുന്ന ആള് മുർത്തഷി. എന്തിനു വേണ്ടിയാണ്? ബാത്തിലിനെ ഹക്കാക്കാൻ, ഹക്കിനെ ബാത്തിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഹക്കായിട്ടുള്ള കാര്യം കിട്ടാൻ വേണ്ടി നീ എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ മറ്റോ കൊടുത്താൽ അതിനെന്ത് പറയൂല? വിശ്വ എന്ന് പറയൂല. നിനക്ക് ഹക്കായിട്ടുള്ള കാര്യം നിനക്ക് കിട്ടാൻ വേണ്ടി നീ സാമ്പത്തികമായി വല്ലൊന്ന് കൊടുത്താൽ അതിനെന്ത് പറയുന്നതല്ല? റിഷ്വ അല്ലെങ്കിൽ കൈക്കൂലി എന്ന് പറയില്ല. പരിഷ്വ അഥവാ കൈക്കൂലി എന്ന് പറഞ്ഞാൽ ഹക്കിനെ ബാത്തിലാക്കാനോ ബാത്തിലിനെ ഹക്കാക്കാനോ വേണ്ടിയിട്ട് ഒന്നുകിൽ കൊടുക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങുന്നതാണ് റിഷ്വ. أما أنك تعطي بعض المال من أجل أن يخرج لك حقك يعني ما استطعت أن تخرج حقك مثلا من الدولة. ഉദാഹരണത്തിന് എന്തെങ്കിലും ഗവൺമെന്റിൽ എന്തെങ്കിലും നിന്റെ ഹക്കായിട്ടൊരു കാര്യം കിട്ടാൻ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന്, ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ നീ കുറച്ച് പൈസ കൊടുത്താൽ അത് നിന്റെ ഹക്കായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല? കൈക്കൂലിയല്ല. ഫഹാദൽ അതാ യുസം ഫീഹിൽ മുഅതാ വലാ യുസം അൽ മുഅതി. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ പൈസ കൊടുക്കുന്ന ആള് കുറ്റക്കാരനല്ല, നേരെ കുറച്ച് പൈസ വാങ്ങുന്ന ആളാണ് കുറ്റക്കാരൻ. അപ്പൊ ഇമാം ഷഅബി റിപ്പോർട്ട് ചെയ്തുള്ള സംഗതി സ്ഥിരപ്പെട്ടതല്ല. ലാ യസ്ബുത് ലിഅന്ന ഷഅബി റവാഹു മുർസല, മുർസലായിട്ടുള്ള കാര്യമാണ്. അത് റസൂലിലേക്കൊന്നും എത്തുന്നതല്ല. കാരണം ഷഅബി ജീവിച്ചിരുന്ന കാലവും അതേപോലെ ഈ സംഭവം നടക്കുന്നത് എവിടെയാണ്? റസൂലുള്ളാഹിയുടെ കാലത്ത് നടക്കുന്ന സംഭവമായിട്ടാണ് പറയുന്നത്. കാന ബൈന റജുൽ മിനൽ മുനാഫിഖീൻ വറജുൽ മിനൽ യഹൂദ് ഖുസൂമ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവിടെ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അതുകൊണ്ടാണ് യഹൂദി പറഞ്ഞത് നതഹാകം ഇലാ മുഹമ്മദ്, നമുക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിധി തേടി പോകാം. പക്ഷെ ഷഅബി ജീവിച്ചതും ആ കാലഘട്ടവും ഒരുപാട് വ്യത്യാസമുണ്ട്. അത് മുർസലായിട്ടുള്ള റിവായത്താണ്, സ്ഥിരപ്പെട്ടതല്ല. ഷഅബി എന്ന് പറയുന്ന സഹാബിയല്ല, നേരെ മറിച്ച് പിന്നെ കാലത്ത് ജീവിച്ചിരുന്ന അലിമ. ഇദൻ തഫം അൻ ഹാദാ മുർസൽ. ഈ യഹൂദി കഅബ് അൽ അഷ്റഫ് ആണെന്ന് പറയപ്പെടുന്നു. മുനാഫിഖായ യഹൂദിയായ കഅബ് ബിനുൽ അഷ്റഫ് ആണ് ഈ റിവായത്തിൽ പറയുന്ന, ഈ സംഗതിയിൽ അസറിൽ പറയുന്ന യഹൂദി എന്നും പറയപ്പെടുന്നു. അപ്പൊ ഈ ബാബ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാബുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അതായത് തഖ്ലീദിന്റെ ബാബുമായി കൊണ്ട് ബന്ധപ്പെട്ട ബാബാണ്, അതുമായിട്ട് ബന്ധമുള്ള ബാബാണ്. الرجوع إلى الأمور التي لا تستند إلى دليل كالقوانين والديمقراطية كالحوارات. അതായത് ഹക്കമായിട്ടൊരു ബന്ധമില്ലാത്ത, അല്ലാഹു തആല ഇറക്കിയ നിയമങ്ങളായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളിലേക്ക് വിധി തേടി പോവുക, എന്നിട്ട് അതിനെ തഖ്ലീദ് ചെയ്യുക. ഭരണഘടന, അതുപോലെ തന്നെ ജനാധിപത്യം, അതല്ലെങ്കിൽ മറ്റ് ഹിവാറാത്ത്. ഹിവാറാത്ത് എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ വെച്ച് ഈ എന്തെങ്കിലും കമ്മീഷനും മറ്റു വെച്ചിട്ടുള്ള പരസ്പരമുള്ള സന്ധി സംഭാഷണങ്ങളും മറ്റും അസ്ഹാബുൽ ഹിവാറാത്ത്. വഹാദി യുഖ്ഷ അലൈഹി മിൻ ഹാദിൽ ഉഖൂബ അൽ അദീമ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഈ കഠിനമായിട്ടുള്ള ഈ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഈ ഒരു ശിക്ഷയെ ഭയപ്പെടേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ നിയമമല്ലാത്ത നിയമങ്ങളിലേക്ക് വിധി തേടി പോകുന്നവര്.
എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ശിക്ഷ? വയുരീദു ശൈത്താൻ അൻ യുദില്ലഹും ദലാലൻ ബഈദ. അങ്ങേയറ്റം അവരെ ശൈത്താൻ ദലാലത്തിലാക്കുന്നതിന് അവർ ഭയപ്പെടണം. فليحذر الذين يخالفون عن أمره أن تصيبهم فتنة لأنهم يضعون بعض الأمور بعضهم يعرف أن فيها دليل والسنة لكن ما يستطيع يقولها. ഇത്തരത്തിൽ കൂടിയിരുന്നിട്ടുള്ള മജ്‌ലിസുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യങ്ങൾ തീരുമാനിക്കാനും വിധി നടപ്പിലാക്കാനും വിധി പറയാനൊക്കെയുള്ള മജ്‌ലിസുകൾ. ആ മജ്‌ലിസുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയാം ഇത് കിതാബിന് സുന്നത്തിനെതിരായിട്ടുള്ള വിധിയാണ്, പക്ഷെ അവർക്ക് പറയാൻ സാധിക്കുന്നതല്ല, അവർക്കത് തുറന്നു പറയാൻ സാധിക്കുന്നതല്ല. എന്ന് പറയുന്നത് എന്താണ്? ആ സമയത്ത് കാല അല്ലാഹ് കാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മജ്‌ലിസ് വെച്ച് അങ്ങനെ പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് ആളുകൾ ഉടനെ പറയും അവൻ പിന്തിരിപ്പനാണ്. അപ്പൊ അത് ഭയപ്പെട്ടുകൊണ്ട് ആളുകൾ അതിലും മിണ്ടാതിരിക്കും. എന്നിട്ട് ആളുകൾ പറയും ഈ കാലത്തിന് യോജിച്ചിട്ടുള്ള നിയമങ്ങളാണ് വേണ്ടത് എന്ന് ആളുകൾ പറയും. അല്ലെങ്കിൽ ചില ആളുകൾ പറയും ആ സമയത്ത് എനിക്കത് പറയാൻ സാധിക്കുന്നതല്ല, കാരണം പല ചാനലുകളുടെ മുന്നിലായിരിക്കും, അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിലായിരിക്കും. ആ സമയത്ത് കാല അല്ലാഹ് കാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ പരിഹസിക്കും, അല്ലെങ്കിൽ ആളുകൾ എന്നെ വിമർശിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമിനെ റസൂലിന്റെ വിധിയെയും ഒക്കെ തഅദീം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അവർക്കത് പറയാൻ സാധിക്കുന്നതല്ല. അവനെ കുറിച്ചുള്ള ആക്ഷേപം ഭയപ്പെട്ടുകൊണ്ട്. അത് ബാത്തിലാണ്. فلا يجوز لأحد أن يقول فيها قولا من تلقاء نفسه أبدا وما هذا تجد الخذلان عند هؤلاء عياذا بالله. അതുകൊണ്ട് തന്നെയാണ് അഹ്ലുൽ ഹഖ് അതുപോലെ തന്നെ അഹ്ലുൽ ഇൽം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നത്. ജനാധിപത്യം, അതുപോലെ തന്നെ പാർലമെന്റ്, ഇലക്ഷൻ, അതേപോലെ ഹിവാറാത്ത്, സംഭാഷണങ്ങൾ, സന്ധി സംഭാഷണങ്ങൾ, അങ്ങനത്തെ മജ്‌ലിസുകളിൽ നിന്നൊക്കെ ഹക്കിന്റെ ആളുകളും അതുപോലെ തന്നെ ഉലമാക്കളും ഒക്കെ വിട്ടുനിൽക്കുന്നത്, അകലം പാലിക്കുന്നത്. അങ്ങനെ അവര് സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ആളുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയാണ് തേടേണ്ടത്. അത് നിനക്കും നിന്റെ ഭാര്യയ്ക്കും ഇടയിലുള്ള വിഷയങ്ങളിലാണെങ്കിൽ പോലും, നിനക്കും നിന്റെ സന്താനങ്ങൾക്കും ഇടയിലുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും കിതാബിലേക്കും സുന്നത്തിലേക്കുമാണെന്ന് മടക്കേണ്ടത്. ഏത് വിഷയത്തിലും, മശാക്കിൽ വ ഖുസൂമാത്ത്, എല്ലാ വിഷയങ്ങളിലും. ഇല്ലം യതഹാകം ഫീഹാ ഇലൽ ഹഖ് വ ഇലൽ ബറാഹീൻ والمثبت مقدم على النافع والمدعي عليه البينة واليمين على من أنكر في كل خلاف يحصل بين الصغير والكبير وبين القبائل والبلدان وغير ذلك إن لم يحتكم إلى الحق وعلى الكتاب والسنة سيضلون. ഈ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള വിഷയങ്ങളാണെങ്കിൽ, പ്രശ്നങ്ങളാണെങ്കിലും, രണ്ട് ഗോത്രങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളാണ്, രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും, വ്യക്തികൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത്. ഇല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ ആ താക്കീത് നമ്മൾ ഭയപ്പെടണം. ശൈത്താൻ നിന്നെ അങ്ങേയറ്റം വഴിദൂരം പിഴപ്പിക്കുന്നതാണ്. വലം യജിദു മഖ്റജൻ അബദ, ഒരിക്കലും അതിൽ നിന്നൊരു മഖ്റജ് നിനക്ക് കണ്ടെത്താൻ സാധിക്കുന്നതല്ല. സയഖ്റുജൂന മിൻ ദലാൽ ഇലാ ദലാൽ ഇയാദൻ ബില്ലാഹ്, ദലാലത്തിൽ നിന്ന് വീണ്ടും വീണ്ടും മറ്റു ദലാലത്തിലേക്ക് നീ പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഉലമാക്കളെ കൂടുതലായിക്കൊണ്ടും അവരോടുള്ള മഹബത്ത് കൊണ്ടാണ് ആളുകൾ അനുസരിക്കുന്നത്. അതേപോലെ ത്വാഅത്തുൽ ഉമറാക്കളെ അനുസരിക്കുന്നത് അവരുടെ ഭയപ്പെട്ടുകൊണ്ടാണ്, അവരുടെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ടാണ്. അമീർമാരെ അവരുടെ ശിക്ഷ ഭയപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ ഉലമാക്കളെ അവരോടുള്ള താല്പര്യം കൊണ്ട്, അവരുടെ ഇഷ്ടം കൊണ്ടും ആണ് കൂടുതലും ആളുകൾ അവരെ ഇഷ്ടപ്പെടുന്നത്. വകാന ശൈഖ് മുഖ്ബിൽ റഹിമഹുല്ലാ യഖൂലു ദായിമൻ ലാ യുഖല്ലിദുനി ഇല്ലാ സാഖിത്ത്, ഒരു സാഖിത്ത് അല്ലാതെ എന്നെ തഖ്ലീദ് ചെയ്യുകയില്ല. ഇമാം മുഖ്ബിൽ റഹിമഹുല്ലാ അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഒരു വീണവനല്ലാതെ അല്ലെങ്കിൽ നശിച്ചവനല്ലാതെ എന്നെ തഖ്ലീദ് ചെയ്യുകയില്ല.
إذا رأيتموني أعمل شيئا أو قلت قولا بلا دليل فلا تتبعوني. ദലീലില്ലാതെ ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതോ എന്തെങ്കിലും സംസാരിക്കുന്നതോ എന്തെങ്കിലും വാക്കോ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ എന്നെ പിൻപറ്റാൻ പാടില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഷെയ്ഖുനാ യഹ്യ ഹഫിളഹുല്ലാഹ് യഖൂൽ ലാ തുഖല്ലിദൂനി ലാ യജൂസു തഖ്ലീദ്. എന്നെ തഖ്ലീദ് ചെയ്യൽ ജായിസല്ല, അനുവദനീയമല്ല. എന്നെ തഖ്ലീദ് ചെയ്യരുത്. അതായത് ജനങ്ങളെ വ്യക്തികളുമായി കൊണ്ട് ബന്ധിപ്പിക്കുക, അവരുടെ ഹൃദയത്തെ, അത് പാടില്ല. എന്നെ നിങ്ങൾ പിൻപറ്റണം, അല്ലെങ്കിൽ എന്റെ ത്വരീഖത്തിനെ നിങ്ങൾ പിൻപറ്റണം, മറ്റുള്ളവരുടെ ത്വരീഖത്ത് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അതല്ല യജൂസ്. അങ്ങനെ വ്യക്തികളിലേക്കും അവരുടെ ത്വരീഖത്തിലേക്കും ആളുകളെ, അവരുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുക എന്നുള്ളത് പാടില്ല, ഹറാമാണ്. നേരെ മറിച്ച് അല്ലഖന്നാസ് ബിൽ കിതാബ് വസ്സുന്ന, ജനങ്ങളെ കിതാബിലേക്കും സുന്നത്തിലേക്കുമാണ് ബന്ധിപ്പിക്കേണ്ടത്. മിനാജിൽ ദാത യൗമിൻ കതബല്ലാഹു അലൈഹി ളലാ ലാ യദ്ലുൻ നാസ് ബഅദക്. കാരണം എന്താണ്, ഒരു വ്യക്തി ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദലാലത്തിലാകണമെന്നാണ് അല്ലാഹു തആല വിധിച്ചിട്ടുള്ളെങ്കിൽ അവനെ പിന്തുടർന്നിട്ടുള്ള മറ്റാളുകളും ദലാലത്തിലായി പോകും. അങ്ങനെ ആ ദലാലത്തിലായിട്ടുള്ള ആളുകളുടെ പാപഭാരം കൂടി അവനെ ഏൽക്കേണ്ടി വരും. ലിയഹ്മിലു ഔസാറകും കാമിലതൻ യൗമൽ ഖിയാമ വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമിൻ അലാ സാഅ മാ യസിറൂൻ. അവരുടെ പാപഭാരങ്ങൾ മുഴുവനായിട്ടും, അതുപോലെ തന്നെ യാതൊരു വിവരമില്ലാതെ അവരെ പിൻപറ്റിയ, അങ്ങനെ വഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പാപഭാരങ്ങളും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന് വഹിക്കേണ്ടി വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കാൻ ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ താൻ കാരണം, തന്നെ ഇത്തിബാ ചെയ്തത് കാരണത്താൽ, അല്ലെങ്കിൽ തന്നെ തഖ്ലീദ് ചെയ്തത് കാരണത്താൽ ദലാലത്തിലായി പോയിട്ടുള്ള ആളുകളുടെ പാപഭാരം കൂടി ആൾ വഹിക്കേണ്ടി വരും. 10 അല്ലെങ്കിൽ 20, 100, 1000 എത്ര പേരെയാണോ അവൻ ദലാലത്തിലാക്കിയിട്ടുള്ളത് അത്രയും ആളുകളെയും പാപഭാരം വഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദുല്ലാലികളായിട്ടുള്ള ആളുകൾ അവരെ പിൻപറ്റിയവരുടെയും പാപഭാരങ്ങൾ വഹിക്കേണ്ടി വരും എന്നുള്ളത്. ഫഅഹ്ലുസുന്ന ഇൻദമാ യഹദ്ദിറൂ മിൻ ഹാദിഹി ദലാലാത്ത് വൽ അഹ്വാ വൽ ബിദഅ ഹും അർഹമുൻ നാസ് ബിന്നാസ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഇത്തരത്തിൽ ഉള്ള ദലാലത്തുകളിൽ നിന്നും ഹവയിൽ നിന്നും ബിദഅത്തുകളിലുമൊക്കെ ജനങ്ങളെ താക്കീത് ചെയ്യുമ്പോൾ ജനങ്ങളുടെ ഏറ്റവും ജനങ്ങളെ വെച്ച് ഏറ്റവും അവരോട് റഹ്മത്തുള്ള ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അർഹമുൻ നാസ് ബിന്നാസ്. ഇലാഹുനാ സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത. ബാക്കി കൂടി വായിക്കാണ്ട് ഒരു ഹദീസ്. قال وقيل نزلت في رجلين اختصما فقال احدهما. ഈ ആയത്ത് രണ്ട് വ്യക്തികളുടെ മേലാണ് ഇറക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ഏതാലം തറയിൽ الذين يزعمون انهم آمنوا بما انزل اليك എന്നുള്ള ആയത്ത്. نترافع الى النبي صلى الله عليه وسلم فقال احدهما نترافع الى النبي صلى الله عليه وسلم. അപ്പോൾ അതിലൊരു വ്യക്തി പറഞ്ഞു, നമുക്ക് റസൂലിന്റെ അടുക്കലേക്ക് ഈ വിഷയം ഉയർത്താം. وقال الاخر الى كعب بن الاشرف. നേരത്തെ പറഞ്ഞ യഹൂദിയായ മുനാഫിഖ്, ആ മുനാഫിക്കിന്റെ അടുക്കലേക്ക് നമുക്ക് ഈ വിഷയം ഉയർത്താമെന്ന് മറ്റൊരാൾ പറഞ്ഞു. ثم ترافع الى عمر. അങ്ങനെ അവസാനം ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് വിഷയം ഉയർത്തി. فذكر له احدهما القصه. അങ്ങനെ രണ്ടുപേരിൽ ഒരാൾ അവർക്കിടയിൽ നടന്ന ഖിസ്സ, സംഭവം വിവരിച്ചു കൊടുത്തു. فقال الذي لم يرضى برسول الله صلى الله عليه وسلم كذلك. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ ഒരുവൻ റസൂലിലേക്ക് വിഷയം, ആ റസൂലിന്റെ പിന്നെ ഇതിന്റെ കാര്യത്തിൽ, ഹുക്മിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുവൻ തൃപ്തിപ്പെടുന്നില്ലല്ലോ, ആ കാര്യം തൃപ്തിയില്ലാത്തവനാരാണ്? അങ്ങനെയല്ലേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖാല നഅം ഫദറബഹു ബിസ്സൈഫ് ഫഖതലഹു. അങ്ങനെ ആ കാര്യത്തിൽ റസൂലിന്റെ വിധിയെ തൃപ്തിപ്പെടാത്തവനെ അദ്ദേഹം വാളുകൊണ്ട് കൊലപ്പെടുത്തി. വഹാദ അൽ അസർ മൗദൂ. ഈ അസർ മൗദൂആണ്, കെട്ടിച്ചമച്ച അസറാണ്. علقه الواحد في أسباب النزول والبغوي في تفسيره وفي إسناده كذاب وهو محمد بن السائب القلبي. ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ സനദിൽ മുഹമ്മദ് ബിൻ സായിബ് അൽ കൽബി എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് പറയപ്പെടുന്ന അദ്ദേഹം കദ്ദാബാണ്. അതേപോലെ അബൂ സ്വാലിഹ് എന്ന് പറയുന്ന റിപ്പോർട്ടറാണ്, അദ്ദേഹം മത്രൂക്കാണ്. വലം യസ്മ മിൻ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിൽ നിന്ന് അദ്ദേഹം കേട്ടിട്ടില്ല. അവസാനം പറഞ്ഞ യാസർ
മൗദൂആണ്, ദഈഫാണ്. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.